ഹലോ കൂട്ടുകാരെ, അലീന അങ്ങനെ കൊട്ടാരമറ്റത്തിൽ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ സ്റ്റാൻലിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അലീനയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അലീന ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൊട്ടാരമറ്റത്തിൽ എഴുതിയ ഗേറ്റിൻ്റെ മുന്നിലോട്ട് അവരെത്തിച്ചേരുകയാണ്. അപ്പോൾ നമ്മുടെ അലീനയ്ക്ക് അറിയാം ഇത് ഷെറിൻ്റെ വീടാണ്, ഷെറിനാണ് സ്റ്റാൻലിയുടെ സഹോദരിയാണ് എന്നൊക്കെ അറിയാം. ആ എപ്പിസോഡൊക്കെ നമ്മൾ ആ കഥ പറയുന്നതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കാത്തവർ അത് കാണാം. അങ്ങനെ രേവതിക്കുട്ടി പറഞ്ഞു കൊടുത്തിരുന്ന പോലെ തന്നെ എല്ലാം കാറിലിരുന്നിട്ട് അലീന അങ്ങനെ അത്ഭുതത്തോടു കൂടി ഓർക്കുകയാണ്. ആ ചുറ്റുമതിൽ, ആ വീട്, അങ്ങനെയൊക്കെ. അപ്പോൾ കാറിൽ വന്നത് ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ പെട്ടെന്ന് സിറ്റ് ഔട്ടിലോട്ട് വരും. അപ്പം ഔതക്കുട്ടിച്ചായൻ ഡോറ് തുറന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ അപ്പച്ചനിത് എവിടെ പോയിക്കായിരുന്നു ഇത്രയും നാളും, ഇവിടെ എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്, റോബിച്ചിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറണമെങ്കിൽ ആരുണ്ട് വീട്ടിൽ എന്നൊക്കെ ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഈ ചോദിക്കുന്ന സ്ത്രീയുടെ വായടയും ചെയ്യും. അത് ആരാന്ന് വെച്ചാൽ നമ്മുടെ ആൻസിയാണ് അപ്പച്ചനെ കണ്ടിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പച്ചൻ എവിടെയായിരുന്നു ഇത്രയും ദിവസം, റോബിച്ചിനെ കൊണ്ട് എല്ലാം പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൻസിയാണ്. അപ്പോൾ സ്റ്റാൻലിനെ പെട്ടെന്ന് കണ്ടതോട് കൂടിയിട്ടാണ് ആൻസി അതൊക്കെ നിർത്തിയത്. അങ്ങനെ പിന്നെ നമ്മുടെ ഇറങ്ങുന്നത് അലീനയാണ്. അങ്ങനെ ആൻസിയുടെ നോട്ടം അലീനയുടെ മേലെ വീഴാണ്. അങ്ങനെ അവൾ ആശ്ചര്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അലീന ആൻസിയോട് നോക്കിയിട്ട് ചിരിക്കും. അപ്പോൾ ഉദക്കുട്ടിച്ചായ ആൻസിയോട് ചോദിക്കും, നിൻ്റെ കെട്ടിയോനെ എവിടെയിടുന്നു? അപ്പോൾ ആൻസി പറയും, ടൗണിലോട്ട് പോയതാണ്, എപ്പോൾ വരും അറിയാൻ മേല എന്ന് പറഞ്ഞ് ആൻസി വീട്ടിൻ്റെ അകത്തോട്ട് കയറും. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയും, അതാണ് മോളെ റോബിച്ചൻ്റെ ഭാര്യ എന്ന്. അങ്ങനെ ഔതക്കുട്ടിച്ചായനും വീട്ടിലോട്ട് കയറും. പിന്നാലെ അലീന, പിന്നെ സ്റ്റാൻലിയും അതിനുശേഷം കയറും. അങ്ങനെ സ്റ്റാൻലി ആ വീടും പരിസരമൊക്കെ ഒന്ന് വീക്ഷിക്കുന്നുണ്ട്. കാരണം അങ്ങനെ അയാൾ ഇങ്ങോട്ട് വരാറില്ല, വല്ലപ്പോഴൊക്കെ മാത്രമേ ഈ കൊട്ടാരമറ്റത്തിൽ വീട്ടിലോട്ട് വരാറുള്ളൂ. അപ്പോൾ ഈ സ്റ്റാൻലിയുടെ ചൈൽഡും ചെറുപ്പകാലവും യൗവനമൊക്കെ ഉണ്ടായിരുന്ന വീടാണത്. അപ്പോൾ അങ്ങനെ കുറേ നേരം അങ്ങനെ നിരീക്ഷിച്ചതിന് ശേഷം സ്റ്റാൻലി ഡൈനിങ് ഹാളിലോട്ട് കയറി വരികയാണ്. അപ്പോൾ അലീനയും ഔതക്കുട്ടിച്ചായനൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കും, എന്താ നിങ്ങൾ ഇവിടെ ഇരിക്കണേ എന്ന്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയും, ചായയോ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് നോക്കാം, അതിൽ നിന്നറിയാം ഇവിടുത്തെ കാലാവസ്ഥ എന്തെന്ന്. അപ്പോൾ നീ എന്തായാലും ഇവളെയും കൂട്ടിയിട്ട് വന്നത് ഇവിടെ ആർക്കും അങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ സ്റ്റാൻലി പറയും, ഇത് തന്നെ ഞാനും ഇങ്ങോട്ട് പറഞ്ഞത്, ഇങ്ങോട്ട് വരണ്ട എന്ന്. എന്നിട്ട് പറഞ്ഞ് സ്റ്റാൻലി ഒരു കസേരയിലേക്ക് നീങ്ങിയിരിക്കും. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടും ഇങ്ങനെ ആരും അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നും വരില്ല. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ പത്രമൊക്കെ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കും. ഔതക്കുട്ടിച്ചായനാണ് കലീനയും കൂട്ടിയിട്ട് ആ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോകും. എന്നിട്ട് ഇതാണ് എൻ്റെ മുറി എന്ന് പറഞ്ഞ് ഔതക്കുട്ടിച്ചായൻ ഒരു വാതിൽ തുറന്ന് കാണിക്കും. എന്നിട്ട് അവിടെ കുറേ ഫോട്ടോസും ആൽബങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കുകയാണ് അലീന. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയും, ഇതാണ് ചിന്നമ്മ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഒരു 45 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ സാരിയും ഒക്കെ ഉടുത്തിട്ടാണ് നിൽക്കുന്നത്. പിന്നെയും വേറെ കുറേ ഫോട്ടോസ് കണ്ടു. അക്കൂട്ടത്തിൽ ഔതക്കുട്ടിച്ചായൻ്റെയും ചിന്നമ്മയുടെയും വിവാഹ ഫോട്ടോസും ഉണ്ടായിരുന്നു. അലീന അതിനുള്ള ചിന്നമ്മയെ കണ്ടിട്ട് ശരിക്കും അതിശയിക്കും. ഒരു 10-15 വയസ്സുള്ള പെൺകുട്ടി. ഏകദേശം അലീനയും ആ പ്രായത്തിൽ ചിന്നമ്മയെ പോലെ തന്നെ ആയിരുന്നു. അത് കണ്ടിട്ടാണ് അലീനയ്ക്ക് അത്ഭുതം തോന്നുന്നത്. പിന്നെ വേറൊരു 30 വയസ്സ് തോന്നിക്കുന്ന ഒരു ചിത്രവും കാണും ചിന്നമ്മയുടെ. ആ ചിത്രത്തിലുള്ള ചിന്നമ്മയുടെ മുഖവും അലീനയുടെ മുഖവും തമ്മിൽ ഭയങ്കര ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു സാമ്യമുണ്ട് തന്നെ അലീനയ്ക്ക് തോന്നും. പിന്നെ എന്നിട്ട് അലീന ആ ഫോട്ടോ ചുമരിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ നോക്കും. നല്ല ഭംഗിയുള്ള നല്ല സുന്ദരിയായൊരു സ്ത്രീയാണ് ചിന്നമ്മ. ഭയങ്കര ശാന്തമായ കണ്ണുകളും അതുപോലെ ഒരു സ്നേഹം ഉള്ള നോട്ടവും ഒരു മന്ദസ്മിതം തൂകി നിൽക്കുന്ന ചുണ്ടുകളൊക്കെ ആയിട്ടാണ് ചിന്നമ്മ നിൽക്കുന്നത്. അപ്പോൾ അറിയാതെ തന്നെ അലീനയുടെ കണ്ണിങ്ങനെ നിറയും. ഈ ചിന്നമ്മയാണ് തൻ്റെ സ്വഭാവത്തിനും രൂപത്തിനും ഉള്ള ആധാരം. അപ്പോൾ ഔതക്കുട്ടിച്ചായനും ഒരു പരിധി വരെ സ്റ്റാൻലി ജോസഫൊക്കെ തന്നോട് കാണിക്കുന്ന സ്നേഹവാത്സല്യങ്ങളുടെ പിന്നിലെ പ്രഥമ വികാരം എന്ന് പറയുന്നത് ഈ ചിന്നമ്മ അവർക്ക് നൽകിയ സ്മരണകളാണ്. അങ്ങനെ അലീന ആ ഫോട്ടോയിലോട്ട് തന്നെ സൂക്ഷിച്ചു നിൽക്കുന്ന കണ്ട് ഔതക്കുട്ടിച്ചായൻ ചോദിക്കും, എന്താ നിനക്ക് ചിന്നമ്മയെ ഇഷ്ടപ്പെട്ടോ എന്ന്. അപ്പോൾ അലീന പറയും, ഇഷ്ടപ്പെട്ടു, നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ആ ഫോട്ടോയിലോട്ട് വീണ്ടും നോക്കുകയാണ്. അധികവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളാണ്, അങ്ങനെ കളർ ഫോട്ടോസൊക്കെ കുറവാണ്. അങ്ങനെ പക്ഷേ അലീനയ്ക്കാണെങ്കിൽ ചിന്നമ്മയെ കാണുമ്പോൾ ഒരു അപരിചിതത്വം പോലും തോന്നുന്നില്ല.
ഒട്ടും അകലം തോന്നുന്നില്ല, വളരെ അടുത്തുള്ള ഒരാളെ കാണുന്നത് പോലെ. പിന്നെയും കുറേ ഫോട്ടോകളുണ്ട്. അങ്ങനെ ഓരോരോ ഫോട്ടോകളായിട്ട് നോക്കുകയാണ്. അതിൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ചുള്ള ചിത്രങ്ങൾ, കുടുംബങ്ങൾ ഒന്നിച്ചുള്ള ചിത്രങ്ങൾ, അങ്ങനെ അതിലൊക്കെ ചിന്നമ്മേനെ ഭയങ്കര സുന്ദരിയായിട്ട് കാണപ്പെട്ടു. പിന്നെ ഔദക്കുട്ടിച്ചായൻ്റെയും ചെറുപ്പത്തിലെ കുറേ ഫോട്ടോസ് ഉണ്ട്. അതിലൊക്കെ ഒരു പരുക്കൻ മുഖമാണ്, വലിയ കട്ടിമീശയും താടിയും തണ്ടും തടിയൊക്കെ ഉള്ള ഒരാൾ. അപ്പോൾ അലീന ചോദിക്കും, ഈ കടുവയുടെ കൂടെ ഒരു പാവം ആട്ടിൻകുട്ടി എങ്ങനെ ജീവിച്ചിരുന്നു എന്ന്. അപ്പോൾ ഔദക്കുട്ടിച്ചായനും ചിന്നമ്മയും ഒന്നിച്ചുള്ളൊരു ഫോട്ടോയിലേക്ക് നോക്കിയിട്ടാണ് അലീന അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഔദക്കുട്ടിച്ചായൻ പറയും, ഓ അതിനെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ എനിക്കിപ്പോഴും അതിശയമാണ്, അവളൊരു പാവമായിരുന്നു എന്ന്. പിന്നെ സ്റ്റാൻലി കുഞ്ഞായിരുന്നപ്പോഴുള്ള കുറേ ഫോട്ടോസൊക്കെ നോക്കും. അതിൽ കുഞ്ഞുടുപ്പിട്ട് ഒരു കസേരയിൽ ഇങ്ങനെ ഒരു കാരണവരെ പോലെ ഞെളിഞ്ഞിരിക്കുന്നത്, ഒരു 3 വയസ്സുണ്ടാവും. പിന്നെ കമിഴ്ന്ന് കിടന്ന് തല പൊക്കി നോൽക്കുന്ന ഒരു ഫോട്ടോ, അങ്ങനെ ഒരുപാട് ഫോട്ടോസ്. അപ്പോൾ എന്താണ്, നമ്മുടെ അലീന ചോദിക്കും, ആ പപ്പയ്ക്ക് അന്നും ഈ ഒരു ഗൗരവമൊക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ ഔദക്കുട്ടിച്ചായൻ പറയും, ഉണ്ടായിരുന്നു. ഇതവൻ 6 മാസം പ്രായമുള്ളപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. ഇതൊക്കെ എന്നും കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നത്. അന്നേരം അവൻ്റെ അടുത്ത് വലിയ കേണൽ കളിക്കാൻ വന്നാൽ ഞാൻ സമ്മതിച്ചു കൊടുക്കുമോ എന്ന് ഔദക്കുട്ടിച്ചായൻ പറയുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറ്റത്തൊരു വണ്ടി വരണ സൗണ്ട് കേൾക്കും. അപ്പോൾ ഔദക്കുട്ടിച്ചായൻ പറയും, അത് റോബിച്ചനാവും, എന്തായാലും ആൻസി ഫോൺ ചെയ്ത് വരുത്തിയത് അവനെ വഴിയുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ റോബിച്ചൻ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോഴാണ് നമ്മുടെ സ്റ്റാൻലീനെ കാണുന്നത്. അപ്പോൾ റോബിച്ചൻ ചോദിക്കും, ലാലിച്ചൻ എപ്പോഴാണ് വന്നത്, ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, ഒറ്റയ്ക്കല്ല, അപ്പനുണ്ട്, പിന്നെ മോളും ഉണ്ട്. അപ്പോൾ റോബിച്ചൻ ചോദിക്കും, ആരാ, ടാനിയ മോളാണോ അതോ ടെൽസയാണോ? അപ്പോൾ സ്റ്റാൻലി പറയും, ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് സ്റ്റാൻലി ഉറക്കെ വിളിക്കുകയാണ് അലീന എന്ന്. അങ്ങനെ അലീനയും, ആ വിളി കേട്ടതോടു കൂടി അലീനയും ഔദക്കുട്ടിച്ചായനും കൂടിയിട്ട് ഡൈനിങ് ഹാളിൽ വരും. അങ്ങനെ അലീനയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അലീന, ഇതാണ് നിൻ്റെ ഇളയച്ചൻ, അതായത് എൻ്റെ അനിയൻ, അപ്പച്ചൻ്റെ ഇളയ മോനാണ്. നിനക്ക് പിന്നെ അങ്കിളെന്നോ റോബി പാപ്പനെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ അലീനയാണെങ്കിൽ വളരെ കൗതുകത്തോടെ റോബിനെ നോക്കുകയാണ്. റോബർട്ട് എന്നാണ് ആളുടെ പേര്. അപ്പോൾ റോബിനാണെച്ചെങ്കിൽ അലീനയുടെ മുഖത്തോട്ട് നോക്കുന്ന പോലുമില്ല, അങ്ങനെ ആളിങ്ങനെ മുഖം താത്തിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സ്റ്റാൻലി പറയും, റോബി, ഇതാണ് എൻ്റെ മൂത്ത മോള്, പേര് കേട്ടല്ലോ, അലീന എന്ന്. അപ്പോൾ റോബിച്ചൻ പറയും, മുൻപൊരിക്കലും ഈ പേര് കേട്ടിട്ട് പോലും ഇല്ലല്ലോ, അതാണ് എനിക്കൊരു സംശയം. റോബിച്ചന് അനിഷ്ടമുണ്ട്, ആ അനിഷ്ടമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ സ്റ്റാൻലി പറയും, എൻ്റെ മോളുടെ പേര് നീ മുൻപ് കേൾക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നിൻ്റെ അപ്പനോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരുമെന്ന് സ്റ്റാൻലി ദേഷ്യത്തിൽ പറഞ്ഞിട്ട് സ്റ്റാൻലി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഞാനിവളെ ഇവിടെ നിർത്തിയിട്ട് പോവുകയാണ്. അവളെ ആരെങ്കിലും നുള്ളി നോവിച്ചോന്നോ വഴക്ക് പറഞ്ഞോന്നോ കരയിച്ചോന്നൊക്കെ ഞാൻ കേട്ട് കഴിഞ്ഞാൽ അതെനിക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെ ഒരു കേൾക്കാൻ ഇടവരരുത് എന്ന് പറയുകയാണ്. അപ്പോൾ റോബിനൊന്നും മിണ്ടുന്നില്ല. നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞേക്കണം എന്നും കൂടി സ്റ്റാൻലി പറയും. അങ്ങനെ അപ്പോൾ റോബിച്ചനൊന്നും മിണ്ടുന്നൊന്നുമില്ല. അങ്ങനെ അപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, അലീനയുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, ഞാനൊന്ന് കറങ്ങിയിട്ടേ വരുള്ളൂ, തിരുവനന്തപുരത്ത് പോകണം, അപ്പോൾ അങ്ങോട്ട് പോകണം, അവിടെയൊക്കെ എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ എറണാകുളത്ത് പോക്കും, ഇവിടെ നിന്ന് പോയേക്കുമെന്ന് തോന്നുമ്പോൾ ഒന്ന് റിങ് ചെയ്താൽ മതി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലെന്ന്. അപ്പോൾ അലീന പറയും, ശരി, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ സ്റ്റാൻലി ഇറങ്ങി. അങ്ങനെ സ്റ്റാൻലി മുറ്റത്ത് കിടക്കുന്ന കാറൊക്കെ കയറി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി. അങ്ങനെ അലീന അങ്ങനെ നോക്കി നിൽക്കുകയാണ് പപ്പ പോണത്. അപ്പോൾ അങ്ങനെ കാഴ്ചയിൽ നിന്ന് പറഞ്ഞപ്പോൾ അലീന തിരിച്ച് വരികയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ അവളിങ്ങനെ തിരിച്ച് വരികയാണ്. അപ്പോൾ ഔദക്കുട്ടിച്ചായനോട് ചോദിക്കും അലീന, അല്ല വലിയപ്പച്ച, എവിടെ റാണിമോൾ, എവിടെ ഷെർനാൻറ്റീൻ? അപ്പോൾ ഔദക്കുട്ടിച്ചായൻ പറയും, നീ വായോ എന്ന് പറഞ്ഞ് ഒരു റൂമിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ വാതിലാണെങ്കിൽ ചാരിയിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ ഒരു നിഗൂഢത തോന്നും. അപ്പോൾ അത് തുറക്കാൻ അലീന പോവുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി കൊട്ടാരമറ്റത്തിൽ വീട്ടിലുണ്ടാവുന്ന പുകിലുകളും പ്രശ്നങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. താങ്ക്